ഹലോ, ഞാൻ ദിശ. ഏണിംഗ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ ആണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഹായ്, ഹലോ, ടെക് ടിപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി നമുക്ക് ജോബിൻ്റെ വാക്കൻസീസ് നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഗവൺമെൻറ് ജോബ്സും അതുപോലെ തന്നെ ബാങ്കിലെ ജോബുകളും അങ്ങനെ ജെനുവിൻ ആയിട്ടുള്ള ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഏതെങ്കിലും ജോബ് നോക്കുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് തരത്തിലുള്ള പോസ്റ്റാണ്, എത്ര വാക്കൻസീസ് ഉണ്ട്, എത്രയാണ് സാലറി, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് യൂണിയൻ ബാങ്കിലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവർ മുൻപ് പോസ്റ്റ് ചെയ്തൊരു വാക്കൻസി ആയിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇവരൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് യൂണിയൻ ബാങ്കിലെ പ്രൊബേഷണറി ഓഫീസറോ അല്ലെങ്കിൽ ക്ലർക്കോ അങ്ങനത്തെ പോസ്റ്റ് അല്ല, നേരെ മറിച്ച് ഒരു കോൺട്രാക്ട് ബേസിലുള്ള ഒരു പോസ്റ്റാണ് വന്നിരിക്കുന്നത്. 1 ഇയർ ആണ് ഇവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഇതൊരു എംപ്ലോയി പോസ്റ്റ് അല്ല, നേരെ മറിച്ച് ട്രെയിനി പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്രന്റിസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസ്റ്റിലോട്ടാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സാലറി ആയിട്ടല്ല ഇവർ തരുന്നത്, നേരെ മറിച്ച് ട്രെയിനിങ്ങിലൊക്കെ നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുമല്ലോ, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 15,000 രൂപയാണ് ഇതിൻ്റെ അകത്ത് പോസ്റ്റിംഗ് കിട്ടുന്നവർക്ക് ഇവർ കൊടുത്തിരിക്കുന്ന സാലറി എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടെസ്റ്റ് എങ്ങനെയാണ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതൊക്കെ പറയാം. ഒത്തിരി നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ ആണ്, ഒത്തിരി വാക്കൻസീസ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള പ്ലേസ് നമുക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലോട്ട് തന്നെയാണ് നമുക്ക് പോസ്റ്റിംഗും കിട്ടുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ PG ചെയ്യുന്നവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. മാത്രമല്ല ഇതുപോലത്തെ ജോബ് നോക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊക്കെ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. സോ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ കൊടുത്തേക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂണിയൻ ബാങ്ക് കരിയേഴ്സ് എന്നുള്ള ഓപ്ഷനിലോട്ട് പോയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഒത്തിരി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻസ് കാണാം. അതിൽ ഫസ്റ്റ് തന്നെ കിടക്കുന്നതാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്രന്റിസസ് എന്ന് പറഞ്ഞിട്ട് അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും സ്റ്റേറ്റ്സിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത്. അതിൽ ഓരോന്ന് തിരിച്ച് ഇവർ കൊടുത്തിട്ടുണ്ട്. അതായത് ജനറൽ വേക്കൻസി എത്രയാണ്, SC ST OBC തുടങ്ങിയ എല്ലാ വേക്കൻസിയുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്റ്റേറ്റ് വെച്ചിട്ട് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ബാക്കി നെക്സ്റ്റ് പറയുന്നത് ഏജ് ലിമിറ്റിൻ്റെ കാര്യമാണ്. മിനിമം 20 വയസ്സെങ്കിലും ആവണം. മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മറ്റേ എംപ്ലോയി പോസ്റ്റ് അല്ല, ട്രെയിനി പോസ്റ്റാണ്. അതുകൊണ്ട് ജസ്റ്റ് അവരുടെ കൂടെ നിന്നിട്ട് നമുക്ക് ആ ഒരു ബാങ്കിങ് സർവീസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. അതല്ലാതെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പെർമനൻ്റ് ആവും അല്ലെങ്കിൽ പെർമനൻ്റ് ജോബ് കിട്ടും, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് 1 ഇയർ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോബ് തീരും. അങ്ങനത്തെ ഒരു കോൺട്രാക്ട് ബേസിലുള്ള ജോബാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ജോബ് പ്രൊഫൈലിനെ കുറിച്ചിട്ട് ഇവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്, അതല്ലാതെ എംപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഓഫർ ലെറ്റർ അങ്ങനെയൊന്നും കിട്ടുന്നൊന്നും വിചാരിക്കരുത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് നമ്മൾ അപ്രൻറ്റിസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യൊന്നുമില്ല. അതല്ലാതെ ഇതിൻ്റെ അകത്ത് തന്നെ എന്താ പറയുക, ബാങ്കിലുള്ള എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ്ങിൻ്റെ ഡ്യൂറേഷൻ ആണ്. അതായത് 1 ഇയർ ആണ് ഇതിൻ്റെ അകത്ത് ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ബാങ്കിങ് പ്രാക്ടീസസ്, പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രോസസ്സ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമുക്ക് അവരുടെ കൂടെ നിന്ന് പഠിക്കാമെന്ന് മാത്രം. ഇനി കിട്ടുന്ന സ്റ്റൈഫൻഡ് എന്ന് പറയുന്നത് പെർ മന്ത് 15,000 രൂപയാണ് കേട്ടോ കിട്ടുന്നത്. അതല്ലാതെ അതിന് പുറമെ ഒരു ബെനിഫിറ്റ്സും ട്രെയിനീസിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്ത് ഫീ ഉണ്ട്.
അതായത് നമ്മൾ ഫീസ് അടച്ചിട്ട് അപ്ലൈ ചെയ്യണം. അതിനുശേഷം എക്സാം ഉണ്ട്. ആ ഒരു എക്സാം നമ്മൾ പാസ്സായതിനു ശേഷമാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഫീസിലോട്ട് വരുവാണെങ്കിൽ ജനറലിന് അല്ലെങ്കിൽ ഒ ബി സിക്ക് 800 രൂപ പ്ലസ് GST ആണ് വരുന്നത്. ബാക്കി ഫീമെയിൽസിന് 600 രൂപ കൊടുത്താൽ മതി. ബാക്കിയുള്ള കാറ്റഗറിയിൽ പെട്ട ഫീസും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്യുക ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. പേജ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇത് നാറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. ഇതിൽ ത്രൂ മാത്രമേ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് പാടും. ഇതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റുഡൻറ് പോർട്ടലിൽ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ് രജിസ്റ്റർ എന്നുള്ള ഭാഗം ഉണ്ടായിരിക്കും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗമുണ്ട്, അതുപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ഏതാണോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഫീ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ PSC അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്, അല്ലെങ്കിൽ നെറ്റൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ അതുപോലെ തന്നെയാണ്. ജസ്റ്റ് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. ബാക്കിയുള്ള എക്സാമിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും. എക്സാം അറ്റൻഡ് ചെയ്യുക. അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.